അല്ലാഹു അക്ബർ. ലോക പണ്ഡിതനെന്ന് ലോകത്തിലെ ഒട്ടനവധി പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്ന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഒരു നോട്ടം, ഒരു നേതൃത്വം ഈ മഹത്തായ സ്ഥാപനത്തിന് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ തുടക്കം കുറിച്ച സ്ഥാപനങ്ങളാണ് കേരളത്തിൽ മിക്കവതും. പട്ടിക്കാട് ജാമിയാനൂരിയയാണ് ആദ്യമായി കേരളത്തിൽ ഒരു സന്നദ്ധാന സ്ഥാപനം, സനത് നൽകുന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. അതിനൊന്നാമത്തെ ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പാളും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയായിരുന്നു. തൻ്റെ ഹയാത്ത് കാലത്തുള്ള ആഗ്രഹമാണ് ഈ വേലൂരിലേക്ക്, അതുപോലെ തന്നെ യു.പിയിലേക്കൊക്കെ കേരളത്തിലെ മിസ്കീന്മാരായ പണ്ഡിതന്മാർക്ക് സനത് വാങ്ങാൻ പഠിക്കാൻ പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമായി. ആ സന്ദർഭത്തിൽ താൻ വേലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ പഠിക്കുന്ന കാലത്ത് തൻ്റെ മനസ്സിൽ പൂവിട്ട ഒരു കാര്യമാണ്, കേരളത്തിലെ അലിമീങ്ങൾക്ക് കേരളത്തിൽ തന്നെ സനത് നൽകുന്ന സ്ഥാപനം ഉണ്ടാവണം. അതിന് വേലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് തന്നെ മഹാനവറുകൾ ഒരുപാട് പ്രിൻസിപ്പാൾമാരെയും പ്രൊഫസർമാരായും യോഗ്യരായ അലിമീങ്ങളെ വാർത്തെടുത്തിട്ടാണ് ബഹുമാനപ്പെട്ടവർ കേരളത്തിലേക്ക് വന്നത്. താനവിടെ പഠിക്കാൻ ചേർന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ചില വിഷമങ്ങൾ തനിക്കറിയാം. 17-ാം വയസ്സിൽ വേലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കാൻ പോയ ശംസുൽ ഉലമക്ക് താടി മുളച്ചിട്ടില്ല. സാധാരണ പോകുന്ന 30 വയസ്സ് 25 വയസ്സുള്ള അലിമീങ്ങൾ തലപ്പാവധാരികളായ പണ്ഡിതന്മാരാണ് വേലൂരിലേക്ക് ബിരുദത്തിന് പോവാറുള്ളത്. ശംസുൽ ഉലമ എന്ന് പറയുന്ന പയ്യൻ കടവത്തൂർ ഓതി പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മമ്മൂസിയാരുടെ ദർസിൽ 100ഓളം വരുന്ന അലിമീങ്ങൾ ഓതി പഠിച്ച കൂട്ടത്തിൽ ഒരു പയ്യനുമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാറക്കടവിലും ഓതി പഠിച്ചിട്ടുണ്ട്. അവിടേക്ക് മഹാനവറുകൾ ഓതിപ്പടിക്കുന്ന ഘട്ടത്തിൽ പരിസരത്തുള്ള മുദരിസുമാരൊക്കെ അസറിന് ശേഷം താൻ ഓതിക്കൊടുക്കുന്ന കിതാബ് തന്നിൽ നിന്ന് ഓതാൻ വന്നിരുന്നു. വലിയ അത്ഭുതമാണ് തൻ്റെ ജീവിതം. 9-ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ ഹാഫിളാണ് ആ മഹാൻ. അതോടുകൂടി അൽഫിയത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന അറബി ഭാഷയുടെ ഏറ്റവും വലിയ ഗ്രന്ഥം 1000 ബെയ്ത്താണ്. 1-ാം ബെയ്ത്ത് മുതൽ 1000-ാം ബെയ്ത്ത് വരെയും 1000-ാമത്തെ ബെയ്ത്ത് മുതൽ 1-ാം ബെയ്ത്ത് വരെയും മനപ്പാഠം ചെല്ലുന്ന പണ്ഡിതനാണ്. ഈ അവസരത്തിൽ മഹാനവറുകൾ ആണ്ട് അടുത്ത മാസമാണ്. ആ മഹാൻ അനുസ്മരിക്കൽ നമുക്ക് ഇബാദത്താണ്. സുൽത്താനുൽ ആരിഫീൻ എന്നാണ് ഔലിയാക്കന്മാർ തന്നെ സംബന്ധിച്ച് ഉപയോഗിച്ച ഭാഷ. സുൽത്താനുൽ ആരിഫീൻ എന്താ അതിൻ്റെ അർത്ഥം? ഔലിയാക്കളുടെ സുൽത്താൻ. വലിയ മഹാനാണ്. വലിയ അഫുവിൻ്റെയും വലിയ വിട്ടുവീഴ്ചയുടെയും വിനയത്തിൻ്റെയും നേതാവായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ വേലൂരിലേക്ക് പഠിക്കാൻ ചെന്നപ്പോൾ ഈ കുട്ടിനെ കണ്ടപ്പോൾ വലിയ വലിയ ഉസ്താദുമാർക്ക് ഒരു കാഴ്ച, അങ്ങനൊരു വലിയൊരു ആലിമായി തോന്നിയില്ല. താടിയില്ല, പിന്നെ ഒരു സ്ലേക്ക് ഷർട്ടും ഒരു തൊപ്പിയൊക്കെയാണ്. ഇത് കണ്ടപ്പം പല ഉസ്താദുമാരുടെ ഇടയിൽ സംസാരമായി, ഇയാളിവിടെ ചേർക്കണോ ചേർക്കണ്ടേ, സെലക്ഷൻ ഇരുത്തണോ വേണ്ടേന്നാ. സെലക്ഷൻ ഇരുത്തണ്ടാന്ന് തീരുമാനിച്ചു. ആര്? ഷെയ്ഖ് ആദം ഹസ്രത്ത്, റിയാവുദ്ദീൻ ഹസ്രത്ത്, അബ്ദുറഹീം ഹസ്രത്ത്, അബ്ദുസമദ് ഹസ്രത്ത് പോലെയുള്ള സൂഫിയാക്കന്മാരായ ഉസ്താദുമാർ. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, എനിക്കിവിടെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ അവസരമില്ലെങ്കിൽ മുദരിസ് പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. പഠിക്കാൻ അവസരമില്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടോ? അഹമ്മദ് കോയ ഷാലിയാത്തിയെ ഇടയ്ക്കൽ വന്ന് ദുആ ചെയ്യിക്കാൻ പോയപ്പോൾ അഹമ്മദ് കോയ ഷാലിയാത്തി അന്ന് ചോദിച്ചിരുന്നു തൻ്റെ ഉപ്പയോട്, നിങ്ങൾ അബൂബക്കർ മോൻ ഇവിടെ ഒരു ദർസ് ഏൽപ്പിച്ചു കൊടുത്തോളൂ, എന്തിനാണ് ഇവനെ വേലൂരിലേക്ക് അയക്കുന്നത്? ഈ ഉസ്താദിൻ്റെ മറുപടി തൻ്റെ മനസ്സിലുണ്ട്. പഠിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ ഉസ്താദ്മാരൊന്ന് ഞെട്ടി. ഏതായാലും സെലക്ഷൻ ഇരുന്നോട്ടെ, കാരണം 2 കൊല്ലത്തെ മുത്തബൽ കോഴ്സിലേക്കാണ് അപേക്ഷ. ഈ പയ്യന് ഒരു 19 വയസ്സാകുമ്പോൾ താടി മുളക്കുമോ, ഈ വലിയൊരു ആലിമിൻ്റെ വേഷം ഉണ്ടാവുമോ, ഹൈബത്തും വക്കാറും ഒക്കെ ഗാംഭീര്യമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഉസ്താദ്മാരെ പേടി. പരീക്ഷയ്ക്ക് എഴുതി നോക്കുമ്പോൾ 100 മാർക്കിന് എഴുതിയ ആൻസർ പേപ്പറിൽ ഉസ്താദ്മാർ 99 മാർക്ക് ഇട്ടു.
പ്രിൻസിപ്പാൾ ഷിഹാദ് ഹസ്രത്ത് മഹാനവർകൾ ചോദിച്ചു, എൻ്റെ ഒരു മാർക്ക് എവിടെ? ഞാൻ 100 മാർക്കിന് എഴുതിയിട്ടുണ്ട്, ഒരു മാർക്ക് എവിടെ? ഉസ്താദുമാരാകെ വിരളി പിടിച്ചു, വിയർത്തു. ഈ ഉസ്താദുമാരൊക്കെ ഹനഫി പണ്ഡിതന്മാരാണ്. ഹനഫി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ വലിയ സൂഫിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, വലിയ ആബിദീങ്ങളാണ്. പക്ഷെ അവർക്ക് ഷാഫി മദ്ഹബിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്ന ഒരു പയ്യൻ, ഇത്ര വലിയൊരു ബുദ്ധിയുള്ള പയ്യൻ ഇവിടെ പഠിക്കണ്ട എന്നൊരു ചിന്ത അവർ മനസ്സിലുണ്ടോ എന്നൊരു സംശയം. അവർ പറഞ്ഞു, നീ ഇവിടെ പഠിക്കണ്ട. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇരുമ്പിൻ്റെ പെട്ടിയെടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുന്ന സമയത്ത്, ഞാനിത് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആലിമീങ്ങൾക്ക് അവിടെയൊക്കെ പോയി ചെന്ന് പഠിക്കാനുള്ള പ്രയാസം എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പോകുന്ന വഴിയിൽ ഗേറ്റിൽ, ബാക്കിയാത്തു സ്വാലിഹാത്തിൻ്റെ ഗേറ്റിൽ ഒരു ബെയ്ത്ത് ഉണ്ടാക്കി അവിടെ എഴുതി വെച്ചു, സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ മാഇൻ വമിൻ തീനി. ഇത് വല്ലാത്തൊരു ബെയ്ത്താ. ഏതോ വാർഡന്മാർ ഈ ബെയ്ത്ത് എഴുതുന്നത് കണ്ടപ്പം ഇത് എഴുതിയിട്ട് പ്രിൻസിപ്പാൾ കൊണ്ടുപോയി കൊടുത്തു. ഇത് വായിച്ചു നോക്കും, പ്രിൻസിപ്പാൾ ആകെ ഞെട്ടിപ്പറിച്ചു. എന്താണ് പഠിച്ചോനെ എഴുതിയത്? സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി. ഹനഫി മദ്ഹബിൽ നുത്ഫത്ത് നജസാണ്. പടച്ചോനെ ഈ നജസ് കൊണ്ട് പടച്ച ഹനഫിയാക്കളെ നജസ് കൊണ്ട് പടച്ച അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധവാനാണ്. ഞാൻ നിന്റെ ഇൽമ തേടാനല്ലേ ഈ ഹനഫിയാക്കളെടുക്കൽ വന്നത്. എനിക്കതിൻ്റെ അവസരം നീ എന്തുകൊണ്ട് നൽകുന്നില്ല പരിശുദ്ധവാനായ അല്ലാഹുവേ? ഒരുപാട് അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ അരബൈത്ത്, വശാഫിഇയ്യത മിൻ മാഇൻ വമിൻ തീനി. ഷാഫിയാക്കളെ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടും കളിമണ്ണ് കൊണ്ടും പടച്ച അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധവാനാണ്. ഈ ബെയ്ത്ത് കണ്ടപ്പോൾ ഉടനെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ആ കുട്ടീനെ നിങ്ങൾ പിടിച്ചു കോളേജിലേക്ക് കൊണ്ടുവരണം. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ശംസുല്ലുലമയെ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ അവിടുത്തെ ഉസ്താദുമാരും വാർഡന്മാരും പോയി സ്വീകരിച്ച് ഓഫീസിൽ കൊണ്ടുവന്നു. നീ ഇവിടെ പഠിച്ചു കൊള്ളുക എന്നവർക്ക് അനുവാദം കൊടുത്തു. 2 കൊല്ലം ഇവിടെ പഠിച്ചപ്പോൾ അന്ന് പരീക്ഷയിൽ അദ്ദേഹം എഴുതിയ ആൻസർ പേപ്പർ ഇപ്പോഴും ഒരു ഗ്രന്ഥ മോഡലിൽ വേലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൻ്റെ കുത്തുബ്ഖാനയിൽ ലൈബ്രറിയിൽ സൂക്ഷിപ്പാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവിടെ പഠിച്ചെന്ന് മാത്രമല്ല, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഹനഫി ഷാഫി മദ്ഹബിലെ മുഫ്തിയായി നിന്നെ ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു. നീ ഇവിടുത്തെ മുദരിസുമാണ്. ആദ്യത്തെ മലബാരി പ്രൊഫസർ, വേലൂർ ബാക്കിയാത്തിലെ മലബാരി പ്രൊഫസർ. ബഹുമാനപ്പെട്ടവർ തന്നെ അവസാന ഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു, അക്കാലത്തെ അലിമീങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള വിഷമം, ഒന്ന് അവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണക്രമവും, അതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ടേക്ക് പോകാനുള്ള സാമ്പത്തികമായ പ്രയാസം. അതുകൊണ്ട് കേരളത്തിൽ ഒരു ഉന്നതമായ ബിരുദ സ്ഥാപനം ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർ കുട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് കേരളത്തിലെ ഉലമാക്കളെയും വാക്കളെയും നേതാക്കളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത്. അവിടുന്ന് കേരളത്തിലേക്ക് ഒരുപാട് അലിമീങ്ങളെ ബഹുമാനപ്പെട്ടവർ വാർത്തെടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ആ സ്ഥാപനം എന്ന് മാത്രമല്ല, അങ്ങനെ ഉള്ളാളത്ത് പോയാൽ സയ്യിദ് മദനി അറബി കോളേജ്, അവിടെ അറബി കോളേജ് തുറണമെന്നും അതിന് പ്രിൻസിപ്പാളെ വരെ നിശ്ചയിച്ചത് ശംസുലുലമയായിരുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് ഒരു സ്ഥാപനം, അത് അവിടെയും സനത് തുറക്കണമെന്ന് പറഞ്ഞത് ശംസുലുലമയാണ്. കരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയ, അതുപോലെ തന്നെ നന്ദി ദാറുസലാം അറബി കോളേജ്, കരന്തൂർ മർക്കസിന്റെ പ്രസിഡന്റ് അവരോട് കൂടെ തന്നെ ബഹുമാനപ്പെട്ടവർ നന്ദി ദാറുസലാമിന്റെ പ്രിൻസിപ്പാളായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി തഹസീൽ നൽകുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാക്കാൻ തൻ്റെ ഹയാത്ത് കാലത്ത് ഒരുപാട് പരിശ്രമിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ. ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ 20,000-ഓളം ശിഷ്യന്മാർ തൻ്റെ ശിഷ്യന്മാരായി കേരളത്തിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിടവന്നത്. തൻ്റെ അവസാനകാല ശിഷ്യന്മാരാണ്, ദാരിമികളാണ്. യഥാർത്ഥത്തിൽ ശംസുലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് സെന്റർ എന്ന പേരിൽ തൻ്റെ വഫാത്തിന്റെ ശേഷം കോഴിക്കോട്ട് കുറ്റിക്കാട്ടൂരിൽ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ മുഖത്ത് നോക്കി സ്തുതി പറയല്ല. സ്ഥാപനം തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് വഫാത്തിന് താൻ അല്ലാഹു അവസരം നൽകിയത് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബിന്റെ ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വഫാത്തിന്റെ ടൈമിൽ, സുബ്ഹിന്റെ ടൈമിൽ ആരോ പറഞ്ഞു, അബ്ദുള്ള സാഹിബ്
ലണ്ടനിൽ ആണെന്നവർ അവിടുത്തെ ജീവനക്കാർ. പക്ഷേ സക്രാത്തിൻ്റെ സമയത്ത്, സക്രാത്തിൻ്റെ വെപ്രാളൊന്നുമില്ല, പങ്ക് കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് ഇതേമാതിരിയുള്ള വസ്ത്രവും അസറൊക്കെ പൂജിച്ചിട്ട് അവിടെ എത്തുകയായി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്ക്, തൻ്റെ വഫാത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ വഫാത്തിന് തിരഞ്ഞെടുത്ത ആ സ്ഥാപനത്തിൽ അദ്ദേഹം തന്നെ 50,000 രൂപ ചെലവാക്കിയിട്ടൊരു സ്മരണിക ഇറക്കി. അതിന് ശേഷം തൻ്റെ പേരിൽ തുടങ്ങിയ സ്മാരകത്തിന് ആദ്യത്തെ ബിൽഡിംഗ് എൻ്റേതായിരിക്കണമെന്ന നെയ്യത്തിൽ കുറ്റിക്കാട്ടൂരിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തൻ്റെ ഉമ്മയോടുകൂടി സ്വർഗത്തിലൊരുപാട് ബിൽഡിങ്ങുകൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. സ്വർഗത്തിൽ കുറേ കൂടുതൽ ബിൽഡിംഗ് ഉണ്ടാകുന്നതിന് മഹാഭാഗ്യ. ബോംബെയിൽ അദ്ദേഹത്തിന് 40 വീടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബോംബെയിൽ അബ്ദുൽ വഹാബ് സാഹിബ് ചോദിച്ചു, മുൻ എം പി, നിങ്ങളെങ്ങനെയാണ് ബോംബെയിൽ ഇത്രയധികം വീടുണ്ടാക്കിയത് എന്ന്, എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട ആഖിറത്തിലും ഒരുപാട് തിളങ്ങുന്ന പ്രകാശിക്കുന്ന പള്ളികൾ, അറബിക് കോളേജുകൾ, സ്ഥാപനങ്ങൾ തൻ്റെ നാട്ടിൽ തന്നെ താൻ തൻ്റെ ഉമ്മയുടെ പേരിൽ ഫാത്തിമ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എന്നൊരു കോളേജ് തൻ്റെ തറവാട് അതിനുവേണ്ടി അങ്ങോട്ട് തീരുമാനിക്കുകയും അവിടെ തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനിയും ഒരുപാട് ചെയ്യാൻ അള്ളാഹു സമ്പത്തും ആരോഗ്യവും ഹിമ്മത്തും അള്ളാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ സംബന്ധിച്ച് നാദാപുരത്തിൻ്റെ അടുത്തുള്ള വന്നുകൊണ്ട് വണ്ടൂർക്കാരൻ ഒരു മുസ്ലിയാർ തൻ്റെ വഫാത്തിൻ്റെ ആ സന്ദർഭത്തെ സംബന്ധിച്ച് മോശമായ ഒരു പണ്ഡിത വേഷധാരി ഈ അടുത്ത ദിവസം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ ആരും അറിയില്ല, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ഒരു സമസ്തയിൽ ഒരു ചെറിയൊരു 1-2 അർഫ് മാത്രം കൂട്ടി വായിക്കുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവാണ്, അഖിലേന്ത്യാ നേതാവാണ്. ഞാൻ തൻ്റെ വഫാത്തിൻ്റെ ആ രംഗം ഞങ്ങൾക്ക് ശരിക്കറിയാം. ബഹുമാനപ്പെട്ടവർ വഫാത്തോടനുബന്ധിച്ച് എന്ന് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ തൻ്റെ എല്ലാ മരുന്ന് കൊടുക്കുന്ന സമയത്തൊക്കെ വിനീതനായി ഉള്ളവൻ അവിടെ വേണം, അത് തനിക്ക് നിർബന്ധമായിരുന്നു. തൻ്റെ വീട്ടിലേക്ക് എപ്പോഴും വരാൻ സൗകര്യപ്രദമായ നിലക്ക് ഒരു 2-3 വണ്ടിയുള്ള ഒരു ഹാജി സ്വന്തമായി ശമ്പളം നൽകുന്ന കോരങ്ങാട്ട് കരിയബുക്കറാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ദർസിൽ വഫാത്തിൻ്റെ കൊല്ലത്തിൽ എന്നെ അവിടെ മുദരിസാക്കി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവനെ മിഹ്റാബിൽ ഇമാമത്തിന് നിർത്തരുത്, ദിവസം നടത്തും. ഞാൻ വിളിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് നിങ്ങളവനെ അയച്ചു തരണം. ഈ കരാർ പ്രകാരം ഞാൻ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ സമയത്ത് താമരശ്ശേരിക്കടുത്ത കോരങ്ങാട്ട് ദർശേറ്റു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മരണത്തിൻ്റെ തയ്യാറെടുക്കുന്ന ആ വർഷം, സമസ്തയുടെ 20ാം വാർഷികം നടക്കുന്ന ആ വർഷം 96-ൽ ബഹുമാനികളെ അദ്ദേഹം വഫാത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. മരണത്തിൻ്റെ ലക്ഷണം, തൻ്റെ ഖബർ എവിടെയായിരിക്കണം എൻ്റെ ഖബർ? എൻ്റെ ഖബർ വരക്കൽ മക്കാമിലാവണം. ആ മക്കാം ആരുടെ കയ്യിലാ? ശംസുൽ ഉലമയുടെ വിരോധികളുടെ കയ്യിലാണ്. അതെങ്ങനെ തനിക്ക് കിട്ടുമെന്ന ചിന്തയായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. സമസ്തയുടെ ശത്രുവായ ഒരാളെ കൈവശത്തിൽ നിന്ന് 19.5 ലക്ഷം രൂപ വില കൊടുത്തിട്ട് 60 സെന്റ് സ്ഥലവും മുല്ലക്കോയ തങ്ങപ്പാപ്പാന്റെ ഖബറും ഉൾക്കൊള്ളുന്ന സ്ഥലം വിലക്ക് വാങ്ങി. വഫാത്തിന്റെ 15 ദിവസം മുമ്പ് ചാവി തൻ്റെ കയ്യിലേൽപ്പിച്ചു. രജിസ്ട്രേഷൻ കയ്യിൽ താക്കോല് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉപ്പാപ്പ യമനിൽ നിന്ന് തെരീമിൽ നിന്ന് മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പൻ്റെ കൂടെ മലബാറിലേക്ക് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി പായക്കപ്പലിൽ ഈ രാജ്യത്തേക്ക് വന്നിരുന്ന മഹാനായ മുല്ലക്കോയ തങ്ങപ്പാപ്പാന്റെ കൂടെ വന്ന, തൻ്റെ ഉപ്പാപ്പയുടെ കൂടെ വന്ന ബഹുമാനപ്പെട്ട ഉപ്പാപ്പന്റെ ഖബറും നിലകൊള്ളുന്നത് ആ മക്കാമിലാണ്. എനിക്ക് മുല്ലക്കോയ തങ്ങളുടെയും എൻ്റെ ഉപ്പാപ്പയുടെയും പരിസരത്ത് വേണം, അവരെ കാലിൻ്റെ ചോട്ടിൽ വേണം എനിക്ക് ഖബറ്. അൽഹംദുലില്ലാഹ്, എനിക്കും അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. ഇത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പോലെയുള്ള ഒരു ചരിത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ റൂഹ് പിടിക്കാൻ ആദ്യമായി യഥാർത്ഥത്തിൽ ജോർദാനിലാണ് ആദ്യമായി ഓർഡർ വന്നത്. അബ്ദുള്ള സാഹിബൊക്കെ ചിലപ്പോൾ ആ മല പോയി കണ്ടിട്ടുണ്ടാവും. ജനങ്ങളുമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലികളുമായി സംഭാഷണവും പ്രഭാഷണവും നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്രായേൽ അലൈഹി ഇസ്ലാം മരണത്തിൻ്റെ ഓർഡറുമായി വരികയാണ്. പ്രസംഗത്തിൻ്റെ സമയത്ത് ആദ്യം ഒരിക്കൽ ഇസ്രായേലിൻ്റെ കണ്ണ് അടിച്ച് പൊട്ടിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. കാരണം റൂഹ് പിടിക്കാൻ ടൈമായിട്ടില്ല എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനറിയാം. എൻ്റെ റൂഹ് പിടിക്കുകയോ, നിന്നെ ഞാൻ തന്നെ ഒറ്റ അടിയാണ്.
കണ്ണങ്ങ് പൊട്ടിപ്പോയി. രണ്ടാം വട്ടം വീണ്ടും ഓർഡർ വന്നു കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം. അന്ന് ഞാൻ ബഹുമാനപ്പെട്ടവർ ജോർദാനിൽ ഒരു മലമുകളിലാണുള്ളത്. ഇന്നവിടെ ലോകത്തുള്ള ടൂറിസ്റ്റുകളൊക്കെ ആ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നില്ല. കാരണം തൻ്റെ ഒരു ദുആ ഉണ്ടായിരുന്നു, പടച്ച തമ്പുരാനെ എന്നെ നീ എൻ്റെ റൂഹ് പിടിക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ എൻ്റെ റൂഹിനെ നീ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരത്ത് വെച്ച് പിടിക്കണം. അവിടെയാണ് എൻ്റെ ഖബർ നിലകൊള്ളേണ്ടുന്ന സ്ഥലം. കാരണം വലിയ മുബാറക്കായ മൂസ നബി അലൈഹി സ്വലാം, മാത്രമല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം അടക്കമുള്ള ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബർ നിലകൊള്ളുന്ന, ആയിരക്കണക്കിൽ അമ്പിയാക്കന്മാരുടെ ഖബർ നിലകൊള്ളുന്ന സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. അവിടെ വെച്ചാവണം എൻ്റെ റൂഹ് പിടിക്കേണ്ടത്, അവിടെയാണ് എന്നെ മറവ് ചെയ്യേണ്ടത്. ദൂരാണെങ്കിലോ സുമാർ അബ്ദുള്ള സാഹിബ് ജോർദാനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് സുമാർ എൻ്റെ അഭിപ്രായം 2500ഓളം 2600ഓളം കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബസ്സിൽ ജോർദാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകാൻ അൽഹംദുലില്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി. ആ ദൂരം ബഹുമാനപ്പെട്ട മലായിക്കത്തീങ്ങൾ അദ്ദേഹത്തിന് എടുത്തിട്ട് നേരെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അവിടുന്ന് ബഹുമാനപ്പെട്ടവരെ റൂഹ് അള്ളാഹു പിടിച്ചു. അന്ന് മുപ്പര് ദുആ ചെയ്തെന്താ അറിയോ? അള്ളാഹുവേ ബൈത്തുൽ മുഖദ്ദസിനെ എന്നിലേക്കോ അല്ലെങ്കിൽ എന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്കോ അടുപ്പിക്കണമേ തമ്പുരാനെ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു തന്നെ എടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് കൊണ്ടുപോയി വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ നിലക്കുള്ള മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേ ഒരു ചരിത്രമാണ് ശംസുൽ ഉലമയുടെ ചരിത്രത്തിൽ. താൻ താമസിക്കുന്നത് വെള്ളിമാട് കുന്നിലാണ്. പക്ഷെ തൻ്റെ ഖബർ വരേണ്ടത് ശത്രുപക്ഷത്തുള്ള ആളുകളുടെ കൈവശത്തിലുള്ള ആ ഭൂമിയിലാണ്. അത് വിലക്ക് വാങ്ങി വിദ്യാഭ്യാസ ബോർഡ്. ചാവി കിട്ടിയപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് എനിക്കും അവിടെയാണ് മരിച്ചു കിടക്കേണ്ടത്. അതിന് മരണത്തിൻ്റെ സ്ഥലം വീട്ടിൽ നിന്നല്ല മുമ്പ് തിരഞ്ഞെടുത്തത് കോഴിക്കോട് പട്ടണത്തിൽ തന്നെയാണ്. മരുമൊത്തായ നാട്ടിൽ തന്നടക്കം വേണ്ടതാ, മറുനാട്ടിലായാൽ അത് ഹറാമാകുന്നതാ. അങ്ങനെയല്ലേ ദേവൻ്റെ പാട്ട്? കിതാബിൻ്റെ നക്കലാണത് കേട്ടോ. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ തന്നെ ബഹുമാനപ്പെട്ടവരുടെ റൂഹ് അല്ലാഹു പിടിച്ചു. കോഴിക്കോട്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ പുതിയങ്ങാടി ആ മക്കാമിൻ്റെ മുല്ലക്കോയ തങ്ങപ്പാപ്പാൻ്റെ ദൂരത്ത് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തു. ഇപ്പോൾ 24 മണിക്കൂറും അവിടെ സിയാറത്തിൻ്റെ കേന്ദ്രമായി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് കണ്ണിൽ കണ്ടവരാണ് ഞങ്ങൾ. മഗ്രിബിന്റെ മുമ്പ് വദു ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവർ ICUവിൽ നിന്ന് പറയേണ്ടായി പരിസരമൊക്കെ ശുദ്ധിയാക്കണം. എന്നെ വിളിച്ചു പറഞ്ഞു കുട്ടിയസ പരിസരമൊക്കെ ശുദ്ധിയാക്കണം. കാരണം എനിക്കത് പെട്ടെന്ന് ഓടി. കാരണം എന്നോട് വ്യാഴാഴ്ച ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് രോഗം കുറച്ച് മുറിച്ചപ്പോൾ നമ്മൾ പോയി കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോവാം, പക്ഷെ നീ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യരുതെന്ന് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ നീ അഡ്മിറ്റ് ചെയ്യുമോ? ഇല്ല, അഡ്മിറ്റ് ചെയ്യുമെങ്കിൽ നീ ഇവിടെ ഇറങ്ങിക്കോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അംജാക്ഷൻ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കയറ്റാം, ഇവിടെ ഇറങ്ങിക്കോ. ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല, അഡ്മിറ്റ് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് മതി, അഡ്മിറ്റ് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് മതി. അങ്ങനെ കുറേ സംഭവം ഒരാഴ്ച മുമ്പുണ്ടായിട്ടുണ്ട്. തൻ്റെ മുഹിബീങ്ങളോടൊക്കെ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് തൃശ്ശൂരിലുള്ള ഒരു പൈലിയോട് ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ എപ്പോഴാണ് വരേണ്ടത് ഷെയ്ഖുനാന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നീ തിങ്കളാഴ്ച വാ എന്ന് പറഞ്ഞു. അതേ ഈ ഓർമ്മക്ക് സുബീൻ്റെ മുമ്പ് എന്നെ തൃശ്ശൂരിൽ നിന്ന് വിട്ട് കോട്ടക്കൽ 7 മണിക്ക് കോട്ടക്കലെത്തിയപ്പോൾ ബസ്സിൽ നിന്നാണ് വാർത്ത കേട്ടത് മഹാനായ ശംസുൽ ഉലമ ഇന്ന് 5 മണിക്ക് 5:05 വഫാത്തായിരിക്കുന്നു. അപ്പോൾ നേരത്തെ മഹാന്മാരുടെ സ്വഭാവമാണത്. മരണത്തിൻ്റെ ടൈം, അതിൻ്റെ ഡേറ്റ് നേരത്തെ പറയുന്ന ചില മഹാന്മാർ അള്ളാഹുവിൻ്റെ അരിഫീങ്ങളിൽ ഔലിയാക്കന്മാരിലുണ്ട്. ആ നിരക്ക് തിങ്കളാഴ്ച വ്യാഴാഴ്ച കാണിച്ചു വീട്ടിലേക്ക് വന്നു. വെള്ളിയാഴ്ച വീണ്ടും വന്നു. ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ, ഒരു ഹൈന്ദവ ഡോക്ടറെ എനിക്ക് വെള്ളിയാഴ്ചയാണ് ആരാധനൻ്റെ ദിവസമല്ലേ, അന്ന് ഇവിടെ അഡ്മിറ്റ് ആയ ശരിയാവോ? ഞങ്ങൾ പോയിക്കോളും, നാളെ വരിക എന്ന് പറഞ്ഞു. ശനിയാഴ്ച ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്ന് മുതൽ നമുക്കവിടെ അഡ്മിറ്റ് ആവാം. തിങ്കളാഴ്ച രാവ് മഗ്രിബോടുകൂടി
ബഹുമാനപ്പെട്ടവർ കിടന്ന് നിസ്കരിച്ചപ്പം മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടി കിടക്കുകയാണ്. ഞാനിത് പറയുന്നത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മൗലവി ഈ അടുത്ത് നാദാപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് സൂൽ ഖാത്തിമത്താണ് എന്ന് ആ പരമജാഹിൽ ഈ 2 ആഴ്ച മുമ്പ് നാദാപുരത്തടുത്ത ഒരു മഹലിൽ വെച്ച് പ്രസംഗിച്ചു എന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഹയാത്ത് കാലത്ത് താൻ മുബ്തദിയാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ശംസുൽ ഉലമയുടെ പേരിൽ യാസീൻ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്, ഖത്തോതാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇനിയും നേരം വെളുത്തിട്ടില്ല. ഈ മൗലവിക്ക് നജീബ് മൗലവി എന്നാണ് അയാളെ പേര്. അയാളെ വെറുതെ വിടും. മഹാനായ 20,000-ഓളം ശിഷ്യന്മാരുള്ള ശംസുൽ ഉലമയുടെ ശിഷ്യന്മാർ അവനെ വെറുതെ വിടുമെന്ന് അവർ മനസ്സിലാക്കണ്ട. തമാശ കളിക്കരുത്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ച ഒരു സാധാരണ മുഅ്മിൻ അവന്റെ ഗുണങ്ങളെ നിങ്ങൾ പറയാവൂ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഹദീസ് ഈ ഹൈവാൻ മറന്നുപോയോ? സുൽത്താനുൽ ആരിഫീൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സുൽത്താനായ മഹാനായ ശംസുൽ ഉലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് വികൃതമായ രൂപത്തിൽ ചിത്രീകരിക്കാൻ മാത്രം നീ വലുതായോ? എടോ, നിന്റെ ഉസ്താദ് മഹാനായ സദഖത്തുൽ മുസിയാർ നബ്ബറല്ലാഹു ബർക്കതഹു ശംസുൽ ഉലമയുടെ ശരീക്കാൻ. അദ്ദേഹം ശംസുൽ ഉലമയെ മുദക്കക്ക് എന്നാണ് വിളിക്കല്. ശംസുൽ ഉലമ സദഖത്തുൽ മുസിയാർ ശരീക്കിനെ മുഹക്കക്ക് എന്നാണ് വിളിക്കല്. ചെറിയൊരു വ്യത്യാസമുണ്ട് ആ 2 സ്ഥാനപ്പേരിന്. മുഹക്കക്ക് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസിയാർ മുഹക്കക്കാണ്. എന്ത് ദീനീ കാര്യം പറയുമ്പോഴും ലക്ഷ്യം പറയും. അതാ മുഹക്കക്കിന്റെ അർത്ഥം. മുദക്കക്കിന്റെ സാരം എന്താ? സദഖത്തുൽ മുസിയാർ ഇങ്ങോട്ട് അഭിസംബോധന ചെയ്യലെങ്ങനെയാ? മുദക്കക്ക് ഈ കെ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ലക്ഷ്യം പറയും, ലക്ഷ്യത്തിനും ലക്ഷ്യം പറയുന്ന ആളാണ് ശംസുൽ ഉലമ. ബഹുമാനപ്പെട്ട കിയ്യാന കുഞ്ഞബ്ദുള്ള മുസിയാർ നബ്ബറല്ലാഹു മർകദഹു സമസ്താനയുടെ നേതാക്കളായിരുന്നു. സമസ്തയിൽ നിന്ന് നിസാര സ്പീക്കർ പ്രശ്നത്തിന് വേണ്ടി പുറത്തുപോയി വേറെ സംഘടന ഉണ്ടാക്കി. പക്ഷേ കുലുമാലൊന്നുമില്ല, വെപ്രാളല്ല, പിത്തനകളില്ല, പിളർപ്പുകളില്ല, പ്രയാസങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടില്ല. ആ 2 മഹാന്മാരും ഈ ലോകത്തോട് വെള്ളി വെളിച്ചങ്ങളെ പോലെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായ ഈ ലോകത്തോട് സദഖത്തുൽ മുസിയാറും മഹാനായ കിയ്യനോറും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന പേരിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന നജീബ് മൗലവി സാഹിബേ, നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളൊരു തിരുത്തൽ, ഒരു ഖേദപ്രകടനം നടത്തിയിട്ടില്ലെങ്കിൽ അത് അപകടമാണ്. നിങ്ങൾ സുഉൽ ഖാത്തിമത്തിനത് അവസരം വന്നേക്കുമ്പോൾ അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ മഗ്‌രിബോടുകൂടി പരിസരം ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ നഴ്സുമാരോട് പറഞ്ഞു ഈ പരിസരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കണം. ICUവിലാണെങ്കിൽ അന്ന് വളരെ കുറഞ്ഞ പേര് മാത്രമേ, 2 പേര് മാത്രമേ ഉള്ളൂ. മലപ്പുറത്തുള്ള ഒരു ഹാജിയും വേറൊരാളും മാത്രമാണുള്ളത്. ആ പരിസരമൊക്കെ ശരിക്ക് കൈകി വൃത്തിയാക്കി, തുടച്ച് വൃത്തിയാക്കി, സ്പ്രേ ഒക്കെ അടിച്ചു നല്ല വൃത്തിയായ നിലക്കിയിരിക്കുകയാണ്. 8 മണി 9 മണിയോടുകൂടി ബഹുമാനപ്പെട്ടവർ പറയാൻ തുടങ്ങി, നല്ല സ്റ്റഡിയിൽ കിടക്കണം, കിടത്തം നല്ല മട്ടത്തിലാവണം. ആർക്കും അത് തിരിഞ്ഞില്ല. നന്ദി ദാറുസ്സലാം അറബി കോളേജിലെ ഉസ്താദുമാർ തന്നെ കാണാൻ വന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കി ശൈഖുന വളരെ ആശ്വാസത്തിലാണ്, തിളങ്ങുന്ന മുഖത്തോടുകൂടി നല്ല റാഹത്തിൽ കിടക്കുകയാണ്. അവർ നദിയിലേക്ക് പോയി, പലരും പോവാൻ തുടങ്ങി. മഹാനായ അസ്ഹരി തങ്ങൾ ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്, സമസ്തന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ. അദ്ദേഹം 9 മണിക്ക് അവിടെ വരുന്നത്. ശൈഖുനാൻ്റെ റൂം എവിടെയാണ്? മുകളിൽ 313. ഞാൻ അവിടെ പോയി കിടക്കട്ടെ എന്ന് മൂപ്പർ അവിടെ വിശ്രമിച്ചു. മൂപ്പരൊക്കെ നേരത്തെ ശംസുൽ ഉലമ വിളിച്ചുണർത്തി കൊണ്ടുവന്നതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. അവിടെ കിടന്നു. പക്ഷേ വഫാത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ആ സമയത്ത് അവിടെയുണ്ട് കേട്ടോ. 12 മണിക്ക് എന്നോട് പറഞ്ഞോടോ, നീ ഷെയ്ഖിൻ്റെ പള്ളിയിൽ അജ്മീർ ഖാജ തങ്ങളുടെ 2ാമത്തെ ഖലീഫ അപ്പവാണിവ പള്ളിയിൽ പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്ത് വരണം. അപ്പം ബഹുമാനപ്പെട്ടവരുടെ ഒരു ഖാദിമുണ്ട്. ആ ഖാദിം പറഞ്ഞാൽ സാധാരണ ഖാദിമല്ല, ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിറുകളുണ്ട്. ആ സിറുകളൊക്കെ കാണുന്ന ഒരു ഹാഫിളാണ്, പുറക്കാട്ടുകാരൻ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഹാഫിള്. ശംസുൽ ഉലമയുടെ ഡ്രൈവറാണ്, ഖാദിമാണ്. അതിൻ്റെ പുറമെ അയാൾ ഹാഫിളാണ്. വെറും ഖാദിമും ഡ്രൈവറും അല്ല അദ്ദേഹം. ശംസുൽ ഉലമ എന്ന് പറയുന്ന മനുഷ്യൻ മഹാന്മാരായ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളെ മുഴുവനും, മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫായി അടക്കമുള്ള മഹാന്മാരെയൊക്കെ ഹാജരാക്കുകയും ലോകത്ത് മുമ്പ് മൺമറിഞ്ഞു പോയ ബദർ ശുഹദാക്കൾ, ഉഹുദ് ശുഹദാക്കളെ പോലെയുള്ള ശുഹദാക്കന്മാരൊക്കെ ഹാജരാക്കുന്ന ഒരു പണി
വലിയ വലിയ അരിഫീങ്ങളായ ഔലിയാക്കന്മാർക്കുള്ള ഒരു ഇജാസത്തുള്ള മഹാപണ്ഡിതനായിരുന്നു ശംസുൽ ഉലമ. അദ്ദേഹത്തെ കൂട്ടിയിട്ട് സിയാർത്ത് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പോയി സിയാർത്ത് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് വല്ലാത്ത റാഹത്ത്. പത്രത്തിൻ്റെ പ്രതിനിധി ഷൗക്കത്ത് ചന്ദ്രികയിൽ നിന്ന് വന്നു. എന്താ വരാൻ കാരണം? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വൈകുന്നേരം അവിടെ വന്നിരുന്നു. പോകുമ്പോൾ മഹാനായ ശിഹാബ് തങ്ങൾ ചന്ദ്രികയിലെ ഷൗക്കത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ, ഞാനിവിടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോവുകയാണ്. ശംസുൽ ഉലമയുടെ അടുത്ത് നിന്ന് പ്രത്യേകം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിവരമറിയിക്കണം. ആരോട്? ശിഹാബ് തങ്ങൾ പറഞ്ഞു, പ്രത്യേകം വല്ല സംഭവം ഉണ്ടായാൽ എന്നെ വിവരമറിയിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൗക്കത്ത്, ചന്ദ്രികയിലെ ഷൗക്കത്ത് അവിടെ വന്നു. ഷൗക്കത്ത് വന്നപ്പോൾ ഞാൻ മഹാനായ ഷെയ്ഖിനോട് പറഞ്ഞു, ഒരു സുന്നി പ്രവർത്തകനായ ഷൗക്കത്ത് ചന്ദ്രികയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ഷൗക്കത്ത് എന്ന് മഹാനായ ഷെയ്ഖിൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഷെയ്ഖുനായുടെ വിവരമറിയാൻ ശിഹാബ് തങ്ങൾ ഏൽപ്പിച്ചിട്ട് വന്നതാണ് ഞാൻ. എനിക്ക് വളരെ റാഹത്താണ്, ഒരു കുഴപ്പമില്ല. അദ്ദേഹം ചന്ദ്രികയിൽ റിപ്പോർട്ട് ചെയ്തതെന്താ? പിറ്റന്നാളത്തെ വഫാത്തിൻ്റെ ദിവസത്തിൽ ചന്ദ്രികയിൽ ശംസുൽ ഉലമ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ട്. 12:30 മണിക്ക് ബഹുമാനപ്പെട്ടവർ ഒരു മണിയോടടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, മക്കളൊക്കെ വിളിച്ചു വരുത്തി, ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇനി കുട്ടിയസൻ മുസ്ലിയാർ, അവർക്കൊരു ബഹുമാനം തോന്നാനായിക്കൂ, കുട്ടിയസൻ മുസ്ലിയാർ എന്ത് ചെയ്യും? നിങ്ങളെ കാര്യങ്ങളൊക്കെ കുട്ടിയസൻ മുസ്ലിയാരോട് ചോദിച്ച് വേണ്ടതുപോലെ ചെയ്യണം. എല്ലാ കാര്യവും ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനപ്പോൾ ചോദിച്ചു, വേറൊരു മുസ്ലിയാരും കൂടി പേര് ചോദിച്ചു. അവനെ നീ എന്തിനാണ് അതിൽ കൂട്ടുന്നത്? അവൻ്റെ ബൈക്ക് പോട്ടെ, നീ അത് ഏറ്റെടുത്താൽ മതി. ഈ നിലക്ക് മരണത്തിനുള്ള ഒരുക്കങ്ങളാണ്. കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ. സമസ്തയിൽ നിന്ന്, ചേളാരിയിൽ നിന്ന് ആലിബാവ ഒരുപാട് കേസുകൾ ശംസുൽ ഉലമക്കെതിരിലും കണ്യത്തുസാദിനെതിരിലും സമസ്തക്കെതിരിലുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആലിബാബയെ വിളിച്ചിട്ട് പറഞ്ഞു, കേസുകളൊക്കെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കണം. സുപ്രീം കോടതിയിലെ കേസിൻ്റെ സ്ഥിതി എന്താ? ഹൈക്കോടതിയിലെ കേസിൻ്റെ സ്ഥിതി എന്താ? നോക്കൂ നിങ്ങൾ, പണ്ട് വഹാബികളായിരുന്നു സമസ്തക്കെതിരിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ആ കേസുകളൊക്കെ മഹാനായ ശംസുൽ ഉലമ നേരിട്ട് വക്കീലായി ഹാജരായിട്ട് പരാജയപ്പെടുത്തി. ഖാദിയാനിസത്തിൻ്റെ എതിരിലുള്ള കേസ്, എടവണ്ണാലവി മൗലവി, പർപ്പൂർ മൗലവിയൊക്കെ കൊടുത്ത കേസുകളൊക്കെ മഹാനായ ശംസുൽ ഉലമ ഒരു വക്കീലായി കൊണ്ട് തന്നെ മഞ്ചേരി കോടതിയിലും കോഴിക്കോട് കോടതിയിലും കയറിയിട്ട് പരാജയപ്പെട്ട് അവരൊക്കെ പത്തിമടക്കി അവരെ മാളത്തിലുറിച്ചു. പക്ഷേ സുന്നി പക്ഷത്തിൻ്റെ പേരിലുള്ള വിവരലായ്മ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് ആരോടും വെറുപ്പൊന്നുമില്ല. മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി ആവാൻ യോഗ്യനല്ല. സെക്രട്ടറി ഇന്നാളാണ്. ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ പ്രസിഡൻ്റായിട്ടുള്ള സംഘടന, അതാണ് ശരിയായ സംഘടന എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസൊക്കെ വന്നിരുന്നു. പക്ഷെ കുഴപ്പത്തിനൊന്നും പോകേണ്ട, കേസ് നിയമപരമായി നേരിടാം. ശംസുൽ ഉലമ കേസ് നടത്തിയപ്പോൾ കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരേ ദിവസം മൂന്ന് സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിലാണ് കേസുള്ളത്. അലിബാബയോട് പറഞ്ഞു, മൂസ മുസ്ലിയാരോട് പറഞ്ഞു, നല്ലവണ്ണം ശ്രദ്ധിക്കണം, കേസുകളൊക്കെ ശ്രദ്ധിക്കണം, സംഘടന ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നു, പുതിയങ്ങാടി നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു, പുതിയങ്ങാടി മക്കാമും പരിസരവും അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളവിടെ വളരെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ടത് പരിപാലിച്ചു കൊണ്ടുവരണം. അന്നേരം ഒന്നും ഇവർക്കാർക്കും അവിടെയാണ് തൻ്റെ മയ്യത്ത് മറമാടുക എന്നവർക്കാർക്കും അറിയില്ല. സുബ്ഹാനല്ലാഹ്. 4 മണി സമയമായപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കിടത്തൊക്കെ നല്ല മട്ടത്തിൽ കിടക്കണം, സുഖസുന്ദരമായി ഒരു ജനാസയെ നമ്മൾ എങ്ങനെയാണോ കിടത്തുന്നത് അതുപോലെ സ്റ്റഡിയായി, കൈയൊക്കെ ഇങ്ങനെ നല്ല റാഹത്തിൽ അടക്കി ഒതുക്കി വെച്ചുകൊണ്ട് സുഖമായിട്ടുള്ള കിടത്തം. വഫാത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ് സുബ്ഹാനല്ലാഹ് സാഹിബിൻ്റെ പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ടവർ അല്ലാഹു അക്ബർ പറഞ്ഞു. ഞാൻ ചോദിച്ചു, വെള്ളം വല്ലതും വേണോ? ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട്, ഇളനീർ വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുത്തു. ഞാൻ ചോദിച്ചു, വേദന വല്ലതും തോന്നുന്നുണ്ടോ ഷെയ്ഖുന? സുബ്ഹാനല്ലാഹ്, ഇല്ല മോനെ എന്ന് പറഞ്ഞു. വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോനെ എന്ന് എന്നോട് മറുപടി പറയും. നോക്കുന്നു എന്തൊരു സുന്ദരമായ മരണം. മുഅദ്ദിന്റെ ഓരോ കലിമത്തിനും ജവാബ് പറയുന്നു. ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ബഹുമാനപ്പെട്ടവർ ഉച്ചത്തിൽ തന്നെ പറയുന്നു. അവസാന വാചകം മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ ഉച്ചരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തിളങ്ങുന്ന മുഖത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വന്തം തന്നെ കണ്ണ് തങ്ങനെ അടഞ്ഞു പോയി. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കഥ അറിയുന്നില്ല. മിഷനുകളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വഫാത്തായിട്ടുണ്ട്, തിങ്കളാഴ്ച വഫാത്തിൻ്റെ ദിവസമായി ബഹുമാനപ്പെട്ടു. പക്ഷേ പലരും അവിടുത്തെ നേഴ്സുമാരൊക്കെ വന്ന് നോക്കി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പലരും. പക്ഷേ അബ്ദുള്ള സാഹിബിന് അവിടെ ഉപരി പറഞ്ഞു വളരെ പെട്ടെന്ന് സിസ്റ്റർമാരൊക്കെ മാറ്റി, യന്ത്രങ്ങളൊക്കെ അയച്ച് മാറ്റി മരിച്ചതായിട്ട് പ്രഖ്യാപി 5-5. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് കേട്ടോ. ബഹുമാനപ്പെട്ടവർ സാധാരണ മൂല്യരായിരുന്നില്ല, ഒരു സാധാരണ പണ്ഡിതനായിരുന്നില്ല. മക്ബറകളൊക്കെ തച്ചു പൊളിക്കണമെന്നും മാലമൗലൂദുകളൊക്കെ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പണ്ട് വഹാബി പ്രസ്ഥാനം വന്നത്. അത് ചുട്ടുകരിക്കണ്ട, മക്ബറകൾ ചവിട്ടി പൊളിക്കണ്ട എന്ന് പറഞ്ഞ് കേരളത്തിലെ മക്ബറകളൊക്കെ മക്കാമുകളൊക്കെ ഇന്ന് സൗദി അറേബ്യയിൽ മാത്രം സൗദി അറേബ്യയിലെ മല മക്കാം പൊളിച്ചു പോയി. ഇപ്പോൾ ജോർദാനിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ മക്കാം വളരെ സുന്ദരമായ നിലയ്ക്ക് പരിപാലിച്ചു പോരുന്നുണ്ട്. ഇബ്രാഹിം നബി അലി ഇസ്ലാം ഖലീൽ സ്ട്രീറ്റാണ്. ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മക്കാമ് കോടികളുടെ ചെലവുകളോടുകൂടിയുള്ള മക്കാമാണ്. അലി ഇബ്നു അബി താലിബിൻ്റെ മക്കാമിൻ്റെ അടുത്ത് സിയാറത്തിന് പോയപ്പോൾ ഞാൻ നടക്കാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒലിച്ചു പോയിരിക്കുകയാണ് മക്കാമിൻ്റെ പരിസരത്തേക്ക്. വലിയ മക്കാം, 10,000ങ്ങൾക്ക് തടിച്ചുകൂടാൻ പറ്റുന്ന മക്കാമാണ് അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ മക്കാം. ബഹുമാനപ്പെട്ട ഖുത്ബുൽ സുൽത്താൻ ബിൻ അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ മക്കാം. ആ രാജ്യത്തിന് മിന്തക്കന്റെ പേര് തന്നെ ബലദിയ റിഫായി എന്നാണ്. ബഹുമാനപ്പെട്ടവരുടെ മക്കാം അങ്ങനെ തന്നെ. ഖുത്ബുൽ അഖ്താബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മക്കാം സുമാർ 10 ഏക്കറോളം ഭൂമിയിലാണ് ഔത്തുല്ലാമിന്റെ മക്കാമിന്റെ ചുറ്റുമതിലുള്ളത്. വലിയ കെട്ടിടമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഖബറും യഥാർത്ഥത്തിൽ ബഗ്ദാദിലാണ്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മക്കാം ബഗ്ദാദിലാണ്. ഇങ്ങനെ നിങ്ങൾ നോക്ക്, ലോകത്ത് മുഴുവൻ പരിശോധിച്ച് നോക്ക്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല യസീദ് കൊണ്ടുവന്നത് ഈജിപ്തിലേക്കാണ്. അന്ന് യസീദ് ഈജിപ്തിലായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇറാഖിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല യസീദിന് കാഴ്ചവെക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് മറവ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ ഖബർ എത്ര വലിയ സുന്ദരമായ കെട്ടിടമാണ്. അതുപോലത്തെ ഒരു മഖാമിന്റെ കെട്ടിടം കേരളത്തിലില്ല. വഹാബി പ്രസ്ഥാനം ഇവിടെ കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് മഖാമുകൾ കെട്ടിപ്പൊക്കിയത് എന്നാണ്. എന്നാൽ നിങ്ങളൊന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പൂർവ്വകാല നേതാക്കന്മാരെ, മഹാന്മാർ, അംബിയ, മുർസലീങ്ങള് മഖബറുകളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ ഇടവന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ മുജാഹിദീങ്ങളും ജമാഅത്തുകാരും തബ്ലീഗുകാരും പറയുന്നത് ശരിയല്ല, അത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ബഹുമാനികളെ, ആ നിലക്കുള്ള വലിയ വലിയ മഹാന്മാരെ മഖബറുകളൊക്കെ അത്ര സുന്ദരമായ നിലക്ക് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ കേരളത്തിലെ മഹാന്മാരെ മഖബറുകളും മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ മഖബറുകളൊക്കെ ഇവിടെ പടുത്തുയർത്തി വലിയ കെട്ടിടങ്ങളാക്കി സിയാറത്തിന് സൗകര്യപ്പെടുത്തണമെന്ന ആശയം ഇവിടെ വളരെ വിപുലമായ നിലക്ക് കൊണ്ടുവന്നത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. ചവിട്ടിപ്പൊളിക്കാൻ അനുവദിക്കില്ല. മാല മൗലിദ്, മാലയിൽ എന്താ കുഴപ്പം? മുഹീദ്ദീൻ മാല സത്യസമ്പൂർണം എന്ന് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമ കോഴിക്കോട് അത്തോളിക്കടുത്ത നന്മണ്ടയിൽ, അബ്ദുള്ള സാഹിബിന്റെ തൊട്ടടുത്ത നാട്ടിലാണ്, നന്മണ്ടയിൽ മുജാഹിദീങ്ങൾ വെല്ലുവിളിച്ചു. പൂനൂർ വാദപ്രതിവാദത്തിന്റെ തുടർച്ചയായി ഇനി വല്ല സമസ്തയിൽ വല്ല കുട്ടികളും ജീവിച്ചിരിപ്പുണ്ടോ? കാരണം പതിയാണ് അവിടെ പതിച്ചത് എന്നാണ് അവർ പതിഞ്ഞു എന്ന് പറഞ്ഞു. പൂനൂർ വാദപ്രതിവാദത്തിൽ ഒരു സുആൽ, ഒരു ജവാബായിട്ട് സുബിഹാൻ കൊടുത്തുപോയി. അന്ന് സ്റ്റേജിലുണ്ടായിരുന്ന ഒരു പയ്യൻ, ആരാ? ചെറിയ ഒരു ചെറുപ്പക്കാരനായ സുന്ദരനായ മുഖവുമായിട്ട് സ്റ്റേജിൽ പതിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ട്. ആരാ? ശംസുൽ ഉലമ എ.കെ. മുസ്ലിയാറാണ്. പക്ഷെ ആർക്കും അറിയില്ല ആരാണ്. പതിയോട് മൈക്ക് വാങ്ങാൻ ശംസുൽ ഉലമ തുനിഞ്ഞിട്ടുണ്ട്. പക്ഷെ പതി മൈക്ക് കൊടുത്തില്ല.
നിക്കവിടെ ഇവർ മുനാഫിക്കീങ്ങളാണ്. ഇവരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ മറുപടി പറയാന്നല്ലാതെ ആദ്യമായി അവർ ചോദ്യം ചോദിക്കൽ നമ്മുടെ വ്യവസ്ഥക്കെതിരാണ്, നിഫാക്കിന്റെ ലക്ഷണമാണ്. മൈക്ക് കൊടുത്തില്ല. പിറ്റന്നാള് ഈ നന്മണ്ടയിലെ കരന്തൻ സാഹിബ് എന്ന് പറയുന്ന മുജാഹിദ് കാരണവർ പോസ്റ്റർ ഇടക്കി പതിഞ്ഞു, ഇനി സമസ്തയിൽ വല്ല കുട്ടികളും ജീവിച്ചിരിപ്പുണ്ടോ? ആരാ കൊണ്ടുവരിക? ഹുസൈൻ മൊലാളി, കൊടുവള്ളി അധികാരി, ആറുമരക്കാരാജിനെ പോലത്തെ ആളുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്താ ഇനി ചെയ്യുക? അവർ പരസ്പരം സംസാരിച്ച് ഒരു ചെറുപ്പക്കാരൻ മൈക്കെടുക്കുന്നത് കണ്ടല്ലോ പൂനൂർ സ്റ്റേജിൽ. അയാൾ ആരാ അന്വേഷിച്ച് നോക്കുമ്പം പറമ്പക്കടവിൽ ഈത്തച്ചങ്ങട്ടി കോയട്ടി മുസ്യാരുടെ മൂത്ത മകൻ അബൂബക്കർ മുസ്യാരാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി ഉപ്പാൻ്റെ അടുത്ത് ചെന്നു. ഉപ്പ പറഞ്ഞു അവനങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഞാനെല്ലാം അവനെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വക്കീൽ ഭാഗം അന്ന് അങ്ങനെയാ പറയാം, വക്കീൽ ഭാഗം അവൻ ഒറ്റയ്ക്ക് പഠിച്ചതാ, ബാക്കി ഞാൻ അവനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ വെള്ളിമാട് മുതൽ ഭാര്യ വീട്ടിലാണ് താമസം. ഏക മകളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് ശംസുലുമയെ ക്ഷണിക്കാൻ നേതാക്കൾ ചെന്നപ്പോൾ അവരോട് ശംസുലുമ പറഞ്ഞു, ഞാൻ വരാൻ, പക്ഷേ സ്റ്റേജിൽ വേറെ ആരും പാടില്ല. 2-3 സ്റ്റേജാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞത്. മഞ്ചേരിയിൽ ക്രിസ്ത്യാനികളോട് ഉള്ള വാദപ്രതിവാദത്തിന് വേണ്ടി ക്ഷണിക്കാൻ വന്നപ്പോൾ എടക്കരയിലെയും മഞ്ചേരിയിലെയും നേതാക്കളോട് പറയുണ്ടായി, ശംസുലുലമ ഞാൻ സംസാരിക്കാം, പക്ഷെ സ്റ്റേജിൽ വേറെ ആരും പാടില്ല. കാരണം വേറെ ആരെങ്കിലും കയറി എന്തെങ്കിലും പോയത്തം പറഞ്ഞു പോയാൽ ഇസ്ലാമിനത് ബാധിക്കും. അതുകൊണ്ട് സ്റ്റേജിൽ മറ്റാരും പാടില്ല. പക്ഷെ അന്ന് നന്മണ്ട, ഇന്നും നന്മണ്ടയിൽ സുന്നി ഇല്ലാത്ത രാജ്യമാണ്. എന്നുമില്ല നന്മണ്ടയിൽ സുന്നികൾ ഇല്ല. അതിലൂടെ സുന്നികൾക്ക് ആ റോഡിൽ കൂടി മര്യാദയ്ക്ക് ഇസ്സത്തിൽ പോകാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം. നന്മണ്ടയിൽ സ്റ്റേജ് മുജാഹിദീങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് നേതാക്കൾ ഹുസൈൻ മൊലാളിയും അതുപോലെ തന്നെ കൊടുവള്ളി അധികാരിയൊക്കെ മറുപടി കൊടുത്തു. പോസ്റ്റർ ഇറങ്ങി, സുന്നികൾ തയ്യാർ. പക്ഷേ 3 ദിവസത്തെ ഗണനം, 3 ദിവസത്തെ വാദപ്രതിവാദം, മധ്യസ്ഥന്മാർ വ്യവസ്ഥയൊക്കെ തയ്യാറാക്കി. വ്യവസ്ഥയിൽ ശംസുലുലമ പറഞ്ഞു, ചോദ്യം ആർക്കും ചോദിക്കാം, അവർ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, ഞാൻ ചോദിച്ചാൽ അവർ മറുപടി പറയണം. അരമണിക്കൂർ സവാൽ, അരമണിക്കൂർ ജവാബ്, 3 ദിവസത്തേക്കുള്ള വിഷയങ്ങളൊക്കെ തയ്യാറാക്കി. മൊഹിദ്ദീൻ മാല സത്യസമ്പൂർണം, ശംസുലുലമന്റെ വിഷയം അതാണ്. മൊഹിദ്ദീൻ മാല അത് ചവറ്റുകൊട്ടയിലേക്ക് അറിയേണ്ടതാണ്. സുന്നികൾ ചെയ്യുന്ന തവസ്സുൽ സിയാസക്ക് ഖുർആന്റെ പിൻബലമില്ല. മുജാഹിദ് പക്ഷം, പക്ഷേ സ്റ്റേജൊക്കെ അവിടെ ചെന്ന് നോക്കും, മുജാഹിദ് പക്ഷത്ത് സ്റ്റേജ് ഉണ്ട്. ശംസുലുലമ ഉച്ചക്ക് തന്നെ അവിടെ എത്തിയിരുന്നു. പക്ഷേ സുന്നി പക്ഷത്ത് സ്റ്റേജ് കെട്ടാൻ ഒരു മുതലാളിക്കും ധൈര്യമില്ല. ഇപ്പം നമ്മൾ സുന്നി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് ലോകൊട്ടാകെ നടക്കുന്ന കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും ലക്ഷക്കണക്കിന് സുന്നികളും ഓർക്കണം. കോഴിക്കോട്ടങ്ങാടിയിലൂടെ പൂനൂർ വാദപ്രതിവാദം കഴിഞ്ഞ് കാടേരി കുഞ്ഞാമത് മുസ്യാർ കറുത്ത കോട്ടും ധരിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിനടുത്ത് ബസ്സിറങ്ങിയപ്പോൾ, രാവിലെ ബസ്സിറങ്ങിയപ്പോൾ അവിടുത്തെ ഹമ്മാലിയങ്ങൾ പോട്ടർമാർ കൂക്കി വിളിച്ചു, പോകുന്നു പൂനൂരിൽ നിന്ന് സുന്നികൾ തോറ്റ് തൊപ്പിയിട്ടിട്ട് കറുത്ത കോട്ടിട്ടിട്ട് പോകുന്നു. അതാ കോഴിക്കോട്ടെ പോട്ടർമാർ കൂക്കി വിളിച്ചു. കോഴിക്കോട്ട് ജനലക്ഷങ്ങളെ സമ്മേളിപ്പിച്ചുകൊണ്ട് സുന്നി സമ്മേളനം നടത്തുന്ന എല്ലാവരും ഓർക്കണം, കോഴിക്കോട്ടങ്ങാടിയിലൂടെ ഒരു സുന്നി പണ്ഡിതനെ നടന്നു പോവാൻ കഴിയാത്തൊരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കണം. സുന്നി സണ്ണി എന്ന് പറയുന്നത് നടന്നാൽ പോരാ. എങ്ങനെയാ ഈ സുന്നി ഉണ്ടായത് ഇവിടെ? സുബ്ഹാനല്ലാഹ്. ശംസുലുലമ ചോദിച്ചു, എന്താ അവിടെ സ്റ്റേജിൽ? ഞങ്ങൾക്കാർക്കും അവിടെ സ്റ്റേജിന് കുയ്ക്കാൻ